ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മൾ വിചാരിച്ചതുപോലെ ഈ ലാപ്ടോപ്പ് വിതരണ കുംഭകോണം അങ്ങ് കത്താൻ തുടങ്ങിയിട്ടില്ല. അത് കാട്ടുതീ പോലെ കത്തിപ്പടരണം. അതിനെന്താ വേണ്ടേ? ഇവിടെ മൊണ്ട, അതിനെന്താ വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരണോ? ഈ അഴിമതി പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി പ്രതാപൻ പല കളികളും കളിക്കും. മാധ്യമക്കാരെ സ്വാധീനിക്കാനും ശ്രമിക്കും. ചില വലിയ പത്രക്കാരും ചാനലുകാരും ഇവന്റെ പ്രിയപ്പെട്ടവരാ. അവരിവനെ വെള്ളപൂശാൻ നോക്കും. അതിനവസരം കൊടുക്കരുത്. മാത്രമല്ല, പ്രതാപന്റെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അവനെ പ്രൊട്ടക്ട് ചെയ്യാനും ശ്രമിക്കും. ഈ അഴിമതി പുറത്തു കൊണ്ടുവരാതെ അവര് മൂടി വയ്ക്കാനും നോക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് അവൻ പറഞ്ഞെന്നാ മാത്രം മതി. ഓഫ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനേ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. മാധ്യമക്കാർക്ക് നീ ഈ വാർത്ത ചോർത്തി കൊടുക്കണം. നല്ല മീഡിയക്കല്ല, ഈ ചീഞ്ഞവന്മാർക്ക്. ഇത് കൈ കിട്ടിയ പിന്നെ അവന്മാര് നോക്കിക്കോളും ബാക്കി കാര്യങ്ങള്. ഇതൊന്നും നേരത്തെ പറയണ്ടേ? ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങിയേക്കാം. രാധമേ, എന്താ മോളെ? രാധം ഇങ്ങ് മാറിക്കേ. പാത്രം ഞാൻ കഴുകാം. വേണ്ട മോളെ, എച്ചിൽ പാത്രം ഒന്നും കഴുകണ്ട. രാധമ കഴുകിക്കോളാം. ഞാൻ എന്റെ പാത്രം കഴുകിയ രാധമ മാറ്, ഞാൻ കഴുകാം. വേണ്ട മോളെ, ഞാനിവിടെ വെറുതെ നിൽക്കുമ്പോ രാധമ്മയെ കൊണ്ട് പാത്രം കഴിക്കുന്നത് എനിക്ക് വളരെ സങ്കടം. എന്റെ പൊന്നുമോളെ കൊണ്ട് ഇത് കഴിയിപ്പിക്കുന്നത് എനിക്ക് സങ്കടം. അതുകൊണ്ട് വേണ്ട. മോളെ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന് ശ്രദ്ധിച്ചാ മതി. നമ്മൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ അങ്ങ് പോട്ടെ. മോളെ, എന്താ രാധമേ? രാജു ആകെ തീ പിടിച്ച് നടക്കുക. എനിക്കതെല്ലാം ഓർത്തിട്ട് ഒരു സമാധാനമില്ല. വർമ്മ സാറും രാജുവും ആകെ കുഴപ്പത്തിലാ. നമ്മളിനി എന്ത് ചെയ്യും മോളെ? എങ്ങനെ ഇക്കാര്യം പരിഹരിക്കും? രാധമേ, രാധമ ദൈവവിശ്വാസിയാണോ? അതെന്താ മോൾ അങ്ങനെ ചോദിക്കുന്നത്? അതിലെന്താ സംശയം? ഒരു തെറ്റും ചെയ്യാത്ത ദൈവവിശ്വാസികൾക്ക് ഒരു കാര്യത്തിലും പേടിക്കേണ്ട കാര്യമില്ല. ഇത് അമ്മമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാ. രാജുവിന്റെയും അച്ഛന്റെയും ഈ പ്രശ്നം കേട്ടപ്പോ എല്ലാവരെക്കാളും വിഷമിക്കേണ്ടവള് ഈ ഞാനാ. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങ് വിഷമം തോന്നിയില്ല. കാരണം ആ നിമിഷം തന്നെ എന്റെ ദൈവം മറ്റൊരു വഴി കാട്ടിത്തന്നു. അതുകൊണ്ട് രാധമ്മ പേടിക്കണ്ട, സമാധാനായിട്ടിരുന്നോ. രാജുവിനും എന്റെ അച്ഛനും ഒന്നും സംഭവിക്കില്ല.